എല്ലാവർക്കും നമസ്കാരം. ചുറ്റും എല്ലാവരുമുണ്ട്. കുറേ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പലതരം ശബ്ദങ്ങൾ എല്ലാം. പക്ഷെ ഉള്ളിലെവിടെയോ എപ്പോഴും ഒരു ശൂന്യതയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവം എന്ന്? ഇതൊരു സാധാരണ വികാരമല്ല. ചിലർക്ക് ഇത് അനുഭവപ്പെടുന്നത് തങ്ങളുടെ ബാല്യകാലത്തിലാണ്. അതായത് സ്കൂളുകളിലും കൂട്ടം കൂടി കളിക്കുന്ന സമയത്തും തുടങ്ങിയ ആളുകളുമായി ഇടപഴകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഇവർ ശാന്തമായി ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർ കാണാത്തതൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവർ അനുഭവിക്കാത്തത് എന്തെന്ന് ഇവർക്ക് അനുഭവിക്കാനും സാധിക്കും. അത് തന്നെയാണ് ആത്മാവിൻ്റെ ആഴമുള്ള ഉണർവ്. എന്തുകൊണ്ടാണ് കുറേ ആളുകൾക്കെങ്കിലും ചെറുപ്പം മുതലേ ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാവുന്നത്? അവർക്ക് ഈ ലോകം കഠിനമായാണ് അനുഭവപ്പെടുന്നത്. അവർക്ക് പരിസരത്തിലെ വ്യാജത്വവും എളുപ്പത്തിൽ കാണാൻ സാധിക്കും. അവർ സത്യസന്ധത, ആത്മീയത, സ്നേഹം ഇതെല്ലാം ആഴത്തിൽ കാണുന്നവരാണ്. പക്ഷെ സമൂഹം അത്രയും ആഴത്തിൽ പോകാറില്ല. എന്തെന്നാൽ അവർ മുകളിൽ മാത്രം ജീവിക്കുന്നതാണ്. അതായത് ഹാസ്യത്തിലും കാഴ്ചയിലും മത്സരത്തിലും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാമാണ് അവരുടെ മനസ്സ് നിലനിൽക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വയം അന്യനായി തോന്നുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് ഞാൻ ഈ ലോകത്തിന് ചേർന്ന ആളല്ല എന്നൊക്കെ തരത്തിലുള്ള ചിന്തയുണ്ടാവുന്നത്. അവരൊരു സൂക്ഷ്മ മനസ്സുള്ളവരാണ്. അതായത് ഹൈലി സെൻസിറ്റീവ് സോൾസ് എന്ന് പറയാം. അവരെല്ലാം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നു. വേദനയായാലും സ്നേഹമായാലും വഞ്ചനയായാലും. ഒരു രസകരമായ സത്യം എന്തെന്നാൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് ഒരിക്കലും പുറത്തല്ല, അത് ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ഇങ്ങനെയുള്ളവർ സുഹൃത്തുക്കൾക്കൊപ്പമായാലും കുടുംബത്തിനൊപ്പമായാലും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്നാൽ പോലും ചിലപ്പോൾ ഉള്ളിൽ സ്വയം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായത് എന്നൊക്കെയായിരിക്കും. ഈ അവസ്ഥയിലുള്ളവരുടെ മനസ്സ് സാധാരണയായി ആഴമുള്ളവയാണ്. അവർ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് അവരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് അവരുടെ ശക്തിയും ദൗർബല്യവും. ഇവർ സത്യസന്ധരും നിശബ്ദതയുള്ളവരുമാണ്. ചതിയും വഞ്ചനയും ഇവർക്ക് പൊറുക്കാനാവാത്ത കാര്യമായിരിക്കും. അവർക്കവരുടെ മനസ്സിലേക്കുള്ള യാത്ര തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനായി പുസ്തകങ്ങൾ, പ്രകൃതി, ധ്യാനം, സംഗീതം എന്നിവയോട് അടുത്ത ബന്ധമുണ്ടാക്കാൻ ഇത്തരക്കാർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പലരിൽ നിന്നും അകന്നുപോയൊരു ജീവിതമായിരിക്കും ഇവരുടേത്. അത് വെറുപ്പുകൊണ്ടായിരിക്കില്ല, അതൊരു സ്വയം സംരക്ഷണമായാണ് ഇവർ കരുതുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് സമൂഹമായി ഇടപെടേണ്ടി വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരെ ഒരു ബോർ ക്യാരക്ടറായിട്ട് മാത്രമായിരിക്കും തോന്നുന്നത്. കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് മാത്രമേ ഇവർക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ താല്പര്യത്തിനനുസരിച്ച് എൻജോയ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അതിലൊരു തൃപ്തി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവർക്ക് ഒറ്റപ്പെടൽ എന്ന അനുഭവം അതുമൂലം കൂടുകയേ ഉള്ളൂ. അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ ശരിക്കും തൻ്റെ വളർച്ച കൈവരിക്കുന്നത് ഒറ്റപ്പെട്ട് വളരുമ്പോഴാണ്. തൻ്റെ മനസ്സിനെ സ്ട്രോങ് ആക്കാനും ആരൊക്കെ തനിക്കൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കാനും സ്വയം നിങ്ങളെ മനസ്സിലാക്കാനും ഇതുകൊണ്ട് സാധിക്കും. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റപ്പെട്ടാൽ മാത്രമേ നീ യഥാർത്ഥത്തിൽ നിന്നെ കാണാൻ തുടങ്ങുകയുള്ളൂ. ഒറ്റപ്പെടൽ മനുഷ്യൻ്റെ ആത്മാവിനുള്ള കണ്ണാടി പോലെയാണ്. സമൂഹം, ബന്ധങ്ങൾ, ജോലി, പ്രശസ്തി ഇവയെല്ലാം നമ്മെ ബിസിയാക്കി മാറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഞാൻ എന്നതും മറന്ന് ഞങ്ങൾ എന്ന ആൾക്കൂട്ടത്തിൽ പെട്ടുപോകുന്നു. പക്ഷെ ഒരു നിമിഷം ആൾക്കൂട്ടം പിരിഞ്ഞു പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാനാവുന്നത് നിങ്ങളുടേതായ രൂപം. ചിലർക്കത് ഭയപ്പെടുത്തുകയായിരിക്കും, പക്ഷേ മറ്റുള്ളവർക്കത് ഉണർവിൻ്റെ തുടക്കവുമാവും. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ ആശ്രയങ്ങൾ എത്രയോ കൂടുതലാണ്. നാം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ ജീവിക്കും. അവർ പറയുന്നതെല്ലാം കേൾക്കും. അവർ നിശബ്ദമാകുമ്പോഴോ നമുക്ക് നിലവിളിക്കാനും തോന്നും. രണ്ടാമതായി, ഒറ്റപ്പെടൽ മനസ്സിനെ ശുദ്ധമാക്കുന്നു. ആളുകളില്ലാത്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ സമയം ലഭിക്കും. ആകർഷണം, അസൂയ, താരതമ്യം എല്ലാം നിങ്ങളെ വിട്ട് അകന്നു പോകുന്നു. മൂന്നാമത്, ഒറ്റപ്പെടൽ ആത്മാവിനുള്ള ബോധമുണ്ടാക്കലാണ്. മിക്കവാറും മനുഷ്യർ മറ്റുള്ളവരെ കഥയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ എഴുതാനും സാധിക്കും. ബുദ്ധൻ പറഞ്ഞിരുന്നു, നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ശബ്ദം കേൾക്കും. അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെടുക എന്ന് പറയുന്നത് അതൊരു ശിക്ഷയല്ല, അതൊരു ശാന്തമായ ബോധാവസ്ഥയാണ്. അവിടെ നിന്നാണ് ധ്യാനവും ബോധവും ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് യഥാർത്ഥം ആരംഭിക്കുന്നതും. ഒറ്റപ്പെട്ട നിമിഷങ്ങളെ നിങ്ങൾ വേദനയായി കാണേണ്ടതില്ല. അത് പ്രകൃതിയുടെ രീതിയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ നിങ്ങളായി വളർത്താൻ വേണ്ടിയുള്ളതാണവ. ജീവിതത്തിൽ പല നിമിഷങ്ങളും നമുക്കുണ്ടാവും. നമ്മൾ തകർന്നു പോയതുപോലെയൊക്കെ തോന്നും. സുഹൃത്തുക്കൾ അകലും, ബന്ധങ്ങൾ മങ്ങും, പ്രതീക്ഷകൾ മങ്ങും. പക്ഷെ അതാണ് വളർച്ചയുടെ അടയാളമായി നാം കാണേണ്ടത്. ഒരു വിത്ത് പൊട്ടാതെ അത് മരമാകില്ല എന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടൽ അഥവാ വിഷമം അവയെല്ലാം ആ പൊട്ടിത്തെറിയുടെ ഭാഗങ്ങളാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന നിങ്ങളെ മറ്റൊരാളാക്കാൻ വരുന്ന ഒരു പരിശീലനം മാത്രമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരും. ആളുകളില്ലാത്തപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളിൽ ആശ്രയം തേടും. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും തുടങ്ങും. അത് തന്നെയാണ് യഥാർത്ഥ വളർച്ച എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ, വൃക്ഷം വളരുമ്പോൾ അതിൻ്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. കാരണം മുകളിലേക്ക് ഉയരാൻ അവയ്ക്ക് അടിത്തറ ശക്തമായിരിക്കണം. ഒറ്റപ്പെടലും അതുപോലെ തന്നെയാണ്. നിങ്ങളെ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ മുകളിലേക്ക് ഉയരുന്നത്. നിങ്ങൾ സ്വയം വളരുകയാണ് എന്നതിന് ചില ലക്ഷണങ്ങൾ പറയട്ടെ. ഒന്നാമതായി, നിങ്ങൾ എപ്പോഴും ഒരു ശാന്തത നിലനിർത്തും.
അതായത് മുൻപ് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരുന്ന ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ നോർമലായി കാണാൻ തുടങ്ങും. രണ്ടാമതായി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കുറവായി നിങ്ങളെ ബാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ദിശ വ്യക്തമായിരിക്കും. മൂന്നാമതായി, താല്പര്യങ്ങൾ മാറും. പുറം പ്രശ്നത്തിൻ്റെ ചലനങ്ങൾക്ക് പകരം ഉള്ളിലേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്തും. നാലാമതായി, നിങ്ങൾ ക്ഷമയും സഹനവും പഠിക്കും. സമയമെടുക്കും, പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ ശക്തമായിക്കൊണ്ടേയിരിക്കും. അഞ്ചാമതായി, എല്ലാം താൽക്കാലികമാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കും. ദുഃഖം, ഭയം, ഒറ്റപ്പെടൽ എല്ലാം കടന്നുപോകും. ബാക്കിയാവുന്നത് നിങ്ങളുടെ ബോധം മാത്രമാണ്. ബുദ്ധൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: അന്ധകാരത്തിലാണ് പ്രകാശം പിറക്കുന്നത്. നിങ്ങളിപ്പോൾ ഇരുട്ടിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോധത്തിൻ്റെ ഉദയത്തിനു മുൻപുള്ള നിമിഷമാണ്. അതിനാൽ പേടിക്കരുത്. വേദനയോടെ പോരാടാതെ അതിനെ മനസ്സിലാക്കുക. അത് നിങ്ങളെ രൂപപ്പെടുത്തുകയാണെന്ന് തിരിച്ചറിയുക. വളർച്ച എപ്പോഴും ശബ്ദമില്ലാതെയാണ് നടക്കുന്നത്. പുല്ല് വളരുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവും ശബ്ദമില്ലാതെയാണ് വളരുന്നത്. പക്ഷേ അതിൻ്റെ ഫലം ഒരു ദിവസം ലോകം കേൾക്കുക തന്നെ ചെയ്യും. ഇനി ഞാൻ പറയട്ടെ, നമുക്കെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. ഒറ്റപ്പെടൽ ശിക്ഷയല്ല, ഒരു പുണ്യമാണ്. അത് നിങ്ങളുടെ ആത്മാവിനെ നിർമ്മിക്കാൻ ജീവിതം നൽകുന്നൊരു അവസരമാണ്. ബുദ്ധൻ പറയുന്നുണ്ട്, ഒറ്റപ്പെടലിൽ നീ തനിച്ചാവുന്നതല്ല, നീ പൂർണ്ണമാവുന്നതാണ്. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും താൽക്കാലികമാണ്. പക്ഷേ ആത്മബന്ധം, അതായത് നിങ്ങളും നിങ്ങളുടെ ബോധവും തമ്മിലുള്ള ബന്ധം, അതാണ് ശാശ്വതം. നമ്മൾ പലപ്പോഴും പുറത്തുള്ള സന്തോഷം തേടുന്നു. പുതിയ ബന്ധങ്ങൾ, പുതിയ സ്ഥിതികൾ, പുതിയ ജോലികൾ, പുതിയ വിജയങ്ങൾ, എല്ലാം പുതിയത്. പക്ഷേ ബുദ്ധൻ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. സന്തോഷം പുറത്തല്ല, അത് ഉള്ളിലാണെന്നാണ്. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ആ ഉള്ളിലെ സന്തോഷം കാണാനുള്ള അവസരം ലഭിക്കുന്നു. അതായത് മനസ്സിൻ്റെ കണ്ണുകൾ തുറക്കുന്ന നിമിഷമാണവ. ഒറ്റപ്പെടലിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി വേദനയുടെ ഘട്ടമാണ്, അതായത് ഒറ്റപ്പെട്ടതിൻ്റെ വേദന അനുഭവിക്കുന്ന അവസ്ഥ. രണ്ടാമതായി സ്വീകരണ ഘട്ടം, അതായത് ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയാണത്. മൂന്നാമതായി ബോധത്തിൻ്റെ ഘട്ടം, വേദനയിൽ നിന്നും നാം പഠിക്കുന്ന പാഠങ്ങളാണവ. നാലാമതായി മാറ്റത്തിൻ്റെ ഘട്ടം, പഴയ ചിന്തകളും ആസക്തികളും നമ്മെ വിട്ടുപോകുന്നു. അഞ്ചാമതായി സമാധാന ഘട്ടം, അതായത് ആത്മബോധം ലഭിക്കുന്ന കാലമാണവ. ഈ യാത്ര എത്ര ആഴമുള്ളതാണെന്ന് മനസ്സിലായില്ലേ? അതിൽ നിന്നും മടങ്ങിയവൻ ഒരിക്കലും പഴയതുപോലെ ആവുകയില്ല. അവൻ ശാന്തനാകും, നിശബ്ദതയിൽ ശക്തി കാണും, മനസ്സിൽ പ്രകാശം ഉണ്ടാക്കുകയും ചെയ്യും. ഒറ്റപ്പെട്ട നിമിഷങ്ങളെ പേടിക്കരുത്. അത് നിങ്ങളെ മാറ്റുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. ജീവിതം പലപ്പോഴും നമ്മെ ജനക്കൂട്ടത്തിൽ നിന്നും അകറ്റും. കാരണം അത് നമ്മെ നമ്മിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പുലരിയുടെ മുൻപ് രാത്രിയാണ്. അതുപോലെ തന്നെയാണ് ബോധത്തിൻ്റെ ഉദയത്തിന് മുൻപോ ജീവിതം നമ്മെ ഏറ്റവും ഇരുട്ടിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.